എൻ്റെ മരണം അധ്യായം 3 കളിക്കൂട്ടുകാരിയുടെ ഗർഭം. ബാറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കളിയില്ല. അതുകൊണ്ട് തന്നെ തീരെ മടുപ്പാണിവിടെ. ബാറ്റിൻ്റെ ഉടമസ്ഥയായ ഡെയ്സിക്കുട്ടി ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് ആരും പറയുന്നുമില്ല. അസുഖം ഭേദമായപ്പോൾ ഡെയ്സിക്കുട്ടി ചേച്ചി സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു ദിവസം സ്കൂളിൽ നിന്നും തലകറങ്ങി വീണു എന്നാണ് പറയുന്നത് കേട്ടത്. ഡെയ്സിക്കുട്ടി ചേച്ചി ഞാൻ പഠിക്കുന്ന സ്കൂളിലല്ല കേട്ടോ പഠിക്കുന്നത്. ചേച്ചി പഠിക്കുന്നത് ഒരു വലിയ സ്കൂളിലാണ്. പട്ടണത്തിനോട് ചേർന്നിട്ടുള്ള വലിയ സ്കൂള്. വലിയ പണക്കാരുടെയും വലിയ വലിയ ആൾക്കാരുടെയും മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ. പക്ഷേ എന്തായാലും അതിനുശേഷം ഡെയ്സിക്കുട്ടി ചേച്ചിയെ ഞാൻ പുറത്തൊന്നും കണ്ടിട്ടേ ഇല്ല. അവരെ ഈ വീട്ടുകാരെ ഇവിടുത്തെ വീട്ട് വിട്ടിട്ട് അവരുടെ നാട്ടിലുള്ള തെക്കൻ നാട്ടിലുള്ള വീട്ടിലേക്ക് പോവാന്നൊക്കെ കേട്ടു. എന്നാലും ഡെയ്സിക്കുട്ടി ചേച്ചിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. എൻ്റെ അമ്മയും കുഞ്ഞാണിയമ്മയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ വഴക്ക് കാരണം അമ്മ എപ്പോഴും മിക്ക ദിവസങ്ങളിലും അമ്മയുടെ വീട്ടിലാണ് താമസം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ രാവിലെ അമ്മയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ സ്കൂളിലേക്കും അച്ഛൻ്റെ നാട്ടിലുള്ള സ്കൂളിലേക്കും വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ച് അമ്മയുടെ വീട്ടിലേക്കും കൊണ്ടുവരും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അച്ഛന് ജോലി സ്ഥലം മാറ്റം കാരണം ഞങ്ങളുടെ അങ്ങനെ കൊണ്ടുപോകാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അമ്മയുടെ നാട്ടിലുള്ള ഈ സ്കൂളിൽ ഇപ്പോൾ ഞങ്ങൾ ചേർത്തു. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ അടക്കും. ആ സമയത്തെങ്കിലും അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ്റെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് രസമാണ്. സ്കൂളിൽ പോകാനും കളിക്കാനും ഒരുപാട് കൂട്ടുകാർ. മഴയൊക്കെ വരുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ എന്ത് രസമാണെന്നറിയാം. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തോടുകളുണ്ട്. നല്ല ശക്തിയിൽ മഴ പെയ്യുമ്പോൾ നല്ല ശക്തിയിൽ ഒഴുക്കോടിയിട്ടുള്ള വെള്ളമാണ് അവിടെ ഉണ്ടാവുക. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? പുസ്തകത്തിൽ നിന്ന് പേജ് കയറി കടലാസ് തോണികൾ ഉണ്ടാക്കി അതിൽ ഒഴുക്കി വിടും. ചില നേരത്ത് കമ്മ്യൂണിസ്റ്റ് കാർഡിൻ്റെ ഇല പറിച്ച് ഓരോരുത്തരും ഒരേ സമയത്ത് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇടും. ആരുടെ ഇലയാണ് സ്പീഡിൽ പോയിട്ട് ഫസ്റ്റ് എത്തുന്നത് അവർ ജയിക്കും. ഈ ജയിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? തോറ്റവരെ തോടിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ശക്തിയിൽ ചാടിയിട്ട് വെള്ളം തെറിപ്പിക്കും. പക്ഷെ രസം എന്താണെന്നറിയോ? ഈ ജയിച്ച ആളും മൊത്തം നനയും. അങ്ങനെ എന്തൊക്കെയാ. പിന്നെ മഴയത്ത് പോകുന്ന സമയത്ത് കാറ്റ് വീശുന്ന സമയത്തും അല്ലാത്ത സമയത്തും കുട ശക്തിയിൽ ഇങ്ങനെ വീശിട്ട് തിരിച്ചാക്കും. എന്നിട്ട് അതും കൊണ്ട് നടക്കും. പിന്നെ കാക്കക്കണ്ണീരില്ലേ, അതെടുത്ത് കണ്ണിന് ഇങ്ങനെ പുരട്ടി തണുപ്പിക്കും. കാക്കക്കണ്ണീർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ പുല്ലിൻ്റെ അറ്റത്ത് കാണുന്ന ചെറിയ വെള്ളത്തുള്ളിയില്ലേ, നല്ല പശ പോലെ ഇരിക്കുന്ന ഭയങ്കര തണുപ്പാണ് അതിന്. ഞങ്ങളുടെ നാട്ടിൽ അതിന് കാക്കയുടെ കണ്ണീർ എന്നാണ് പറയുന്നത്. പിന്നെ മരച്ചീനിയുടെ ഇലയില്ലേ, അത് തണ്ടോടുകൂടി പറിച്ചെടുക്കും. പിന്നെ തണ്ടിങ്ങനെ പൊട്ടിച്ച് മാലയാക്കും. ആ മാലയാക്കി ഇടും. അങ്ങനെ എന്തൊക്കെ രസങ്ങൾ. പിന്നെ തീപ്പൊരിയുടെ പൂവില്ലേ, തീപ്പൊരി പൂവ്, അതെടുത്ത് അതിൻ്റെ പൂവ് എടുത്തിട്ട് യൂണിഫോമിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരടി, അപ്പം അതിൻ്റെ അടയാളം വരും. അങ്ങനെ ഒരുപാട് രസങ്ങൾ. ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്താറ്. ഇവിടെയാണെങ്കിൽ സ്കൂളിൽ പോകാൻ എനിക്ക് കൂട്ടുകാരില്ല. താര 1ാം ക്ലാസ്സിലായതുകൊണ്ട് എൻ്റെ അനിയത്തി, അവളെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തില്ല. അച്ഛൻ പറഞ്ഞു അടുത്ത കൊല്ലം ചേർക്കാമെന്ന്. ഇവിടെ സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന 2 മാമന്മാരാണ് എൻ്റെ കൂടെ വരുന്നത്. ഈ മാമന്മാരുടെ കൂടെ സ്കൂളിൽ പോകാൻ ഒരു രസവുമില്ല. അവർ തമാശ പറയൂല, കളിച്ചുകൊണ്ട് പോകാൻ പറ്റൂല. പിന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് തോടുകളൊന്നുമില്ല.
ഒരു വലിയ വലിയ റോഡിൻ്റെ സൈഡ് ചേർന്ന് നടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോവാറ്. പട്ടണത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ റോഡിൽ ഒരുപാട് വണ്ടികളുണ്ടാവും, എപ്പോഴും ചീറിപ്പാഞ്ഞോണ്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ തീർന്ന്. എനിക്ക് പേടിയാണ്. ഞാൻ പോവില്ലെന്ന് പറഞ്ഞിട്ട് കരയും, വാശി പിടിക്കും സ്കൂളിൽ പോണില്ലെന്ന് പറഞ്ഞിട്ട്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ആ റോഡ് സൈഡിൽ അങ്ങനെ വലിയ മരങ്ങളും കാടുകളൊന്നും ഇല്ല. അത് കാരണം തന്നെ വെയിലാണെങ്കിൽ ഭയങ്കര വെയിലും മഴയാണെങ്കിൽ ഭയങ്കര ശക്തിയിലുള്ള മഴയായിരിക്കും. നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മാമന്മാരാണെങ്കിൽ എന്നെ ഈ വേഗം നടക്ക് വേഗം നടക്കെന്ന് പറഞ്ഞിട്ട് ഈ കന്നുകാലികളൊക്കെ തയ്ച്ചുകൊണ്ട് പോകില്ലേ വടി കൊണ്ട്, അങ്ങനെയൊക്കെ വടി കൊണ്ട് തയ്ച്ചുകൊണ്ടാണ് പോവാറ്. ആ ദിവസം പേമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് കെട്ടി പെയ്യുന്ന മഴയായിരുന്നു. വഴിയൊന്നും കാണാനേ പറ്റില്ല. പോകുന്ന വണ്ടികളെല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോണത്. അതുമാത്രമല്ല, സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നത് തെറിപ്പിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞാൻ മൊത്തം നനഞ്ഞു. കുട എപ്പോഴും കാറ്റ് കൊണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം കൊണ്ട് ഞാൻ മൊത്തത്തിൽ നനഞ്ഞു. മഴയായത് കാരണം ഈ മാമന്മാർ എന്നെ ശ്രദ്ധിക്കാണ്ട് കുറേ മുമ്പിലോട്ട് നടന്നും പോയി. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല, മൊത്തത്തിൽ അങ്ങ് കറങ്ങുന്ന പോലെ, തല കറങ്ങുന്നു, പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരവസ്ഥ. ഞാൻ കരഞ്ഞോന്നറിയില്ല, എൻ്റെ കരച്ചിൽ കേട്ടിട്ടാണോന്നറിയില്ല, മാമന്മാർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ റോഡിൽ ഞാനില്ല. സൂര്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ഞാൻ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ വിളിക്കാൻ എൻ്റെ നാവ് പൊങ്ങുന്നില്ല. അങ്ങനെ എൻ്റെ കുട മലർന്ന് കിടക്കുന്നത് താഴെ തറയിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് അവർ മുകളിലോട്ട് നോക്കിയത്. മുകളിലോട്ട് നോക്കുമ്പോഴേ കണ്ടതോ, തേക്കിൻ്റെ മരത്തിൻ്റെ കൊമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറം കാലിട്ടിട്ടിരിക്കുന്നത് എന്നെയാണ്. അത് കണ്ട് ഞാൻ വിചാരിച്ചു അവരിപ്പോൾ അയ്യോ സൂര്യൂട്ടിന്ന് വിഷമിച്ച് എന്നെ താഴെ ഇറക്കുന്നു. പക്ഷേ അവരെന്നെ കണ്ടതും എൻ്റെ ഇരുത്തം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവർ ആർത്ത് ചിരിച്ച്. സൂര്യൂട്ടിയെ ചുഴലിക്കാറ്റ് എടുത്തു കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചാർത്തുല്ലസിച്ചു. കുറേ നേരം ചിരിച്ചു. തണുത്ത് വിറച്ചുകൊണ്ട് ഞാൻ എത്ര സമയം അവിടെ നിന്നിരുന്നു എന്നറിയില്ല. ഏതോ ഒരു ഏട്ടൻ വന്നിട്ട് മരത്തിൽ കയറിയിട്ട് എന്നെ താഴെ ഇറക്കി. മൊത്തം നനഞ്ഞത് കാരണം തണുപ്പടിച്ച് ഞാൻ പനി പിടിച്ച് കിടത്തത്തിലുമായി. 2 ദിവസം സ്കൂളിലും പോയില്ല. അതിൽ പിന്നെ എനിക്ക് മഴയെ ഭയങ്കര പേടിയാണ്. മഴയത്ത് സ്കൂളിൽ പോകാനും പേടിയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അവധിയാണ്, സ്കൂളിൽ പോകണ്ട. നല്ല വെയിലാണ് ഇന്ന്. കുറച്ച് വെയിൽ കുറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന്. അപ്പുറത്തെ വീട്ടിൽ ലീലാമ്മ ചേച്ചിയും അവരുടെ ഭർത്താവ് ഭാസ്കരേട്ടനും പിന്നെ കുട്ടികളും വന്നിട്ടുണ്ട്. ഈ ഭാസ്കരേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായതേ ഉള്ളൂ. അവർക്ക് പുതിയൊരു വീട് അവിടെ പണിയുന്നുണ്ട്. അതിൻ്റെ പണി കാണാൻ വേണ്ടിയിട്ടാണ്, പണി നടക്കുന്നത് നോക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾ എന്ന് പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ, ഒന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ചെരുപ്പിടാൻ നോക്കിയതും അമ്മ ചോദിച്ചു, എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലേക്ക് അമ്മേ. എന്നാ കുഞ്ഞിനെയും കൂട്ടിക്കോ. ചെറിയ കുഞ്ഞല്ലേ, നമ്മളെ എലിക്കുഞ്ഞ്, അതിന് 1 വയസ്സായിട്ടില്ല. അതിനെ എടുത്തു കൊണ്ടുവന്നു അമ്മ തന്നു. അവളെയും ഒക്കത്തെടുത്തുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. ആ പണി നടക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ ബാഗുകളും ബോക്സുകളും പെട്ടികളും ഒക്കെ. ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാരൊക്കെ. എന്തൊക്കെയോ സാധനം എടുത്തു കാണിക്കുന്നു, വിതരണം ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ലീലാമ്മ ചേച്ചിക്ക് 3 മക്കളാണ്. 3 പെൺമക്കളും ഒരു ആൺകുട്ടിയുമുണ്ട്.
ഈ മൂന്നാമത്തെ പെൺകുട്ടി എൻ്റെ പ്രായം വരും. അവർ എന്താ പറയുക, കുറേ സ്കൂട്ടർ പോലത്തെ വണ്ടികൾ, അതുപോലത്തെ കളിപ്പാട്ടങ്ങൾ എന്തൊക്കെയോ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾ. അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ നല്ലൊരു പാവ, ഒരു സുന്ദരി പാവ, കണ്ണുകളിങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരി പാവ, തലയിൽ ചെമ്പിച്ച മുടിയുള്ള. അത് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞിന് കരച്ചിൽ തുടങ്ങി. ഇനി അവൾക്കത് വേണമെന്ന് വാശിക്കാരി. ഞാൻ അടക്കി പറഞ്ഞു, കരഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടന് കൊടുക്കും. പക്ഷേ അതിൻ്റെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യണം, ഇവളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ലീലാമ്മ ചേച്ചി ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച്, മസാലക്കടലയില്ലേ, ആ മസാലക്കടല കയ്യിലെടുത്തിട്ട് എന്നാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി. എനിക്ക് സന്തോഷമായി. അത് കിട്ടിയാൽ ഈ കുരുപ്പിൻ്റെ കരച്ചിലൊന്ന് നിൽക്കാമല്ലോ. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ മുന്നിലോട്ട് ചെന്നിട്ട് കൈ നീട്ടി മേടിക്കാൻ ഇങ്ങനെ കൈ നീട്ടി. അപ്പോൾ അവർ പറഞ്ഞു, നിന്നോടല്ല, ഞാൻ എൻ്റെ മോളോടാണ് പറഞ്ഞത്. നിന്നെ ഞാൻ മോളേന്ന് വിളിക്കൂ? നിന്നെ ഞാൻ സൂര്യ എന്നല്ലേ വിളിക്കുള്ളൂ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. നിന്ന നിപ്പിൽ ഞാൻ ഉരുകിപ്പോയി. പിന്നെ ഇവള് എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കരച്ചിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അത് കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്ന്. അങ്ങനെ അതിനെയും കൊണ്ട് വീട്ടിലോട്ട് ഓടുന്ന സമയത്ത് ഞാൻ കേട്ടു, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഒന്നുമില്ല. കുഞ്ഞുങ്ങളായാൽ ഇത്തിരി അടക്കവും ഒതുക്കുമെല്ലാം വേണം. കൈ കാട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് നാണമില്ലാത്ത വർഗം. ഈ സരോജിനിയുടെ മോള് വലിയ അഹങ്കാരിയാണ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. ഞാൻ കുറേ ദിവസത്തേക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയതേ ഇല്ല. ആ നാണക്കേടും ആ അപമാനവും സങ്കടവും ഒന്നും സഹിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ലീലാമ്മ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ രമണി ചേച്ചി, അവർ സാധാരണ അമ്മമ്മയുടെ അടുത്തു നിന്നാണ് പാല് വാങ്ങാറ്. ഒരു ദിവസം രാവിലെ അവർ പാല് വാങ്ങാൻ വന്നപ്പോൾ ഈ അമ്മമ്മയാണ് കേട്ടോ ആ പ്രദേശത്തുള്ള എല്ലാ വീട്ടിലേക്കും പാല് കൊടുക്കുന്നത്. അമ്മമ്മക്ക് കുറേ പശുക്കളുണ്ട്. അങ്ങനെ അവർ പാല് വാങ്ങാൻ വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, സരോജിനിയെ കുറച്ച് ദിവസമായിട്ട് കുട്ടികളെ ഒന്നും കാണാറേ ഇല്ലല്ലോ അങ്ങോട്ടൊന്നും. അപ്പം അമ്മ പറഞ്ഞു, എന്താണെന്നറിയില്ല, കുറേ ദിവസമായിട്ട് ഇവിടെ തന്നെ കളിക്കുന്ന കാണാം. സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കേറ്റ അഭിമാനക്ഷതം മറ്റാരും അറിയണ്ടെന്ന് ഞാൻ കരുതി. പിന്നെ രമണേച്ചി പതിഞ്ഞ സ്വരത്തിൽ അമ്മയോട് പറഞ്ഞു, നീ അറിഞ്ഞോ സരോ, നമ്മുടെ ബേബി ചേട്ടത്തിയുടെ മോളില്ലേ ഡേയ്സിക്കുട്ടി ചേച്ചിയുടെ പേര് കേട്ടതും ഞാൻ എൻ്റെ കാതുകളിങ്ങനെ കൂർപ്പിച്ചു. ഡേയ്സിക്കുട്ടി ചേച്ചീനെ കുറിച്ച് എന്തോ പറയാൻ പോകുന്നു രമണേച്ചി. ഡേയ്സിക്കുട്ടിക്ക് ഗർഭം. ആ തട്ടാൻ്റെ മോനില്ലേ ഷാജു, അവനാ ആള്. എൻ്റെ അമ്മ തലയിൽ കൈ വെച്ചുകൊണ്ട്, അയ്യോ, ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ? ഡേയ്സിക്കുട്ടി ചേച്ചിക്ക് ഗർഭമെന്നോ? അതെങ്ങനെ കല്യാണം കഴിക്കാതെ ഗർഭം? എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വന്നു. അമ്മക്ക് ഗർഭം എന്ന് പറഞ്ഞു, അമ്മ പ്രസവിച്ചു. അപ്പോൾ ഡേയ്സിക്കുട്ടി ചേച്ചിയും പ്രസവിക്കുമോ? അയ്യോ. അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ, ആ കൊച്ചിനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിട്ട് അതങ്ങ് കളയാൻ പാടില്ലായിരുന്നു. എന്നാൽ ഈ പിള്ളേർ ഈ പ്രായത്തിൽ എന്താണ്? അപ്പോൾ രമണി ചേച്ചി പറഞ്ഞു, ഗർഭം അലസിപ്പിച്ചു എന്ന്. സാറേ, എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ആ പെൺകുട്ടി ഗർഭിണിയാണ്. ഞാനീ കേട്ടത് എൻ്റെ ഭർത്താവ് നന്ദൻ്റെ വാക്കുകളല്ലേ. തലയിൽ ഇടുത്തി വീഴുന്ന അവസ്ഥ അതിതായിരിക്കുമോ? 22 വർഷങ്ങൾക്ക് മുൻപുള്ള
ഡേസിക്കുട്ടി ചേച്ചിയുടെ ഗർഭം കലക്കൽ ഓർമ്മകളിൽ നിന്നും ഞാൻ ഞെട്ടി. ഞാനിപ്പോൾ എവിടെയാണ്? എൻ്റെ മനസ്സിത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? അന്ന് ആശ്രമ കവാടത്തിൽ വെച്ച് എൻ്റെ കണ്ണുകളിൽ ഇമ വെട്ടാതെ നോക്കി നീയാണ് എൻ്റെ ലോകം എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കണ്ട ആ അനുരാഗം, 1 വർഷത്തിനുള്ളിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തും എന്ന് പറയുമ്പോൾ കണ്ട ചങ്കൂറ്റം, അതൊക്കെ എവിടെ പോയി? ഇന്നവൻ പറയുന്നു അവന് മറ്റൊരാളിൽ, മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നെന്ന്. എൻ്റെ ഭർത്താവ്, അവൻ്റെ വാക്കുകളാണിത്.